ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സാസ് വ്ലോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും മേട്ടുകുറിഞ്ഞി വസന്തം കാണാനായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് പരുന്തുംപാറയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണത്തണ്ട് മലനിരകളുടെ വസന്തം കണ്ടിരുന്നു. അവിടെ കുറച്ച് പൂക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ പൂക്കൾ കാണാനായാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇടുക്കി ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായ പരുന്തുംപാറയിലേക്ക് പോകുന്ന വഴി സൈഡിലാണ് മെട്ടുകുറിഞ്ഞി ഇത്തവണ നന്നായിട്ട് പൂത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ കുട്ടിക്കാണം ആഷ്ലി മലനിരകളിലും വാഗമൺ മൊട്ടക്കുന്നിലും പിന്നെ നമ്മുടെ കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിലുമാണ് ഇത് പൂത്തിരിക്കുന്നത്. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ പരുന്തുംപാറയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരിക. പിന്നെ ബാക്കിയുള്ളിടത്ത് ഇത്രയും കഷ്ടപ്പാടില്ലായിരിക്കും കയറി പോവാൻ. ഇങ്ങോട്ടേക്ക് നല്ല കയറ്റാണ്. ഇവിടെ കയറി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെങ്കുത്തായി ഈ കയറ്റം ഒന്ന് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് കയറി പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് തവണ വീഴാൻ വേണ്ടിയിട്ട് പോകും. കാരണം ഈ പുല്ലുകളിൽ ചവിട്ടി കയറുമ്പോഴത്തേനും നമ്മൾ തെന്നി വീഴും. അതുപോലെ തന്നെ മഴയും പെയ്ത് കഴിഞ്ഞാൽ നല്ല ചെളിയാണ്. അതുകൊണ്ട് കയറി വരുന്നവർ നന്നായിട്ട് സൂക്ഷിച്ച് കയറി വരിക. നമുക്ക് ഭയങ്കര പാടായിരുന്നു ഇങ്ങോട്ടൊന്ന് കയറി വരാൻ. പക്ഷേ ആ പൂക്കൾ കാണുമ്പോഴത്തേന് നമ്മൾ നോക്കും, താഴെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഹൈറ്റ് വരെ നിറച്ച ആൾക്കാർ നിൽക്കുകയാണ്. എല്ലാവരും പൂക്കളുമായിട്ട് നിന്ന് ഒരുപാട് സമയം ഫോട്ടോ എടുക്കുന്നു, റീൽസ് എടുക്കുന്നു ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു ചെറുക്കൻ മോളിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് താഴേക്ക് വീഴുന്നതും കണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ കയറുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് മാത്രം കയറുക. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ ഈ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3 മാസമാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു 3 മാസം ഇപ്പൊ ആകാറായിട്ടുണ്ട്. അപ്പൊ പൂക്കൾ എല്ലായിടത്തും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പൂക്കൾ കാണാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ വന്നോളുക. ഇനി അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ പൂക്കൾ തീർന്നു പോകും. ഇനി നമുക്ക് 7 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഈ പൂക്കൾ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒരുപാട് ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് നിങ്ങൾ പൂക്കളായിട്ടും പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ചെടിയോടെ പിഴുതെടുത്തുകൊണ്ടും പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടാവുന്ന പോലെ എല്ലാ ചെടികളും മറ്റ് ജില്ലകളിൽ ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മളുടെ മലകളിൽ മാത്രം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സമുദ്ര ജലനിരപ്പിൽ നിന്ന് 1500 അടി മുകളിലാണ് ഈ ഒരു ചെടികൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ കൊണ്ടുവച്ചാലും ഇത് കാടായിട്ട് അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ 1-2 കൊല്ലം കഴിയുമ്പോഴത്തേനും ഇത് പറിച്ചു കളയും. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ ഒരു ഭംഗിയൊന്നും ഒരു ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 7 വർഷത്തിൽ 3 മാസം മാത്രം നിങ്ങൾക്ക് ഇതിൽ, നിങ്ങൾ ഒരു ചെടിയെ വെക്കുന്നെങ്കിൽ 1 മാസേ ഫ്ലവർ കാണത്തുള്ളായിരിക്കും ചിലപ്പം. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും, ഇപ്പം നിങ്ങൾ ഇത് പറിച്ചുകൊണ്ട് പോകുമ്പം ഇനിയും വരുന്ന ആൾക്കാർക്ക് കുറച്ച് പൂക്കൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ചെടികൾ പറിച്ചുകൊണ്ട് പോകാതിരിക്കുക. കാരണം എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതല്ലേ. നമ്മൾ ഒരാളായിട്ട് ബാക്കിയുള്ളവരുടെ ഇഷ്ടം കൂടെ കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.